യേശുക്രിസ്തുവിൻ്റെ പുറകെ പോകാൻ തുടങ്ങിയാൽ, പ്രിയപ്പെട്ടവരെ, സത്യം, യേശുക്രിസ്തുവിൻ്റെ പുറകെ പോകാൻ തുടങ്ങിയാൽ വ്യക്തമാണ് നമ്മുടെ ജീവിതത്തിലെ പല ആഗ്രഹങ്ങളും പല ആവശ്യങ്ങളും കർത്താവ് സാധിപ്പിച്ചു തരും. ഉറപ്പാണ് കാര്യം. ചോദിച്ചു വാങ്ങുന്നില്ല എന്നുള്ളതാണ് കുഴപ്പം. ചോദിച്ചു വാങ്ങണം. ഹന്ന പറഞ്ഞു, ഞാൻ അവനെ യഹോവയോട് ചോദിച്ചു വാങ്ങി, അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. ഹന്നയ്ക്ക് മക്കളുണ്ടായിരുന്നില്ല. ഹന്ന ശമൂവേലിനെ കിട്ടിയപ്പോൾ പറയുകയാണ്, ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ച് വാങ്ങി. അപേക്ഷിച്ച് വാങ്ങണം. ശുഭകാലം അപേക്ഷിച്ച് വാങ്ങണം. സമാധാനകാലം അപേക്ഷിച്ച് വാങ്ങണം. ദൈവത്തോട് ചോദിച്ചു വാങ്ങണം. ദൈവത്തിന് സ്തോത്രം. അനേകം ദൈവമക്കൾ ദിവസേന അയക്കുന്നതായ എഴുത്തുകളിൽ നിന്നും വാട്സാപ്പ് മെസ്സേജസിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്, അനേകം ദൈവമക്കൾ ദുരിതത്തിലാണ്, ദുരിതക്കയത്തിലാണ്, വലഞ്ഞ് വിഷമിക്കുകയാണ്. എന്തുമാത്രം വേദനയാണ് ഒരു മനുഷ്യൻ അനുഭവിക്കുന്നത്. എന്താണ് അതിന് കാരണം? മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് അങ്ങ് അടുത്ത് കഴിഞ്ഞാൽ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാറ്റിനും പരിഹാരമുണ്ട്. എന്തെല്ലാം പ്രശ്നം വന്നാലും അതെല്ലാം നന്മയ്ക്കാക്കി കർത്താവ് മാറ്റി തരും. നന്മയ്ക്കാക്കി രൂപാന്തരപ്പെടുത്തി തരും. എന്തെല്ലാം പ്രശ്നം വന്നാലും. അപകടം ഉണ്ടാകുന്നുണ്ട്, അപായങ്ങൾ സംഭവിക്കുന്നുണ്ട്, വലിയ കഷ്ടനഷ്ടങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം നന്മയ്ക്കായി കർത്താവ് മാറ്റിത്തരും. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ശരിയായ പാതയിൽ കൂടി നയിച്ചുകൊണ്ട് പോവുകയാണ്. ശരിയായ പാത, വചനത്തിൻ്റെ പാതയിൽ കൂടി, ക്രിസ്തുവിൻ്റെ പാതയിൽ കൂടി. അത് പക്ഷേ കുരിശിൻ്റെ പാതയാണ്, നിന്ദയുടെ പാതയാണ്, ആക്ഷേപത്തിൻ്റെ പാതയാണ്. മറ്റുള്ള കളിയാക്കും, ഇല്ലാത്തത് പറയും, അപവാദം പറയും. പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. പക്ഷേ നമുക്കൊരു പിടുത്തമുണ്ട്. എവിടെ? നമുക്ക് യേശുക്രിസ്തുവിൽ പിടുത്തമുണ്ട്. ക്രിസ്തുവിൽ പിടിച്ചുകൊണ്ട്, മുറുകെ പിടിച്ചുകൊണ്ട് നാം പോവുകയാണ്. ആ യേശുക്രിസ്തുവിൻ്റെ ആ ആണിപ്പാടുള്ള കരങ്ങൾ പിടിച്ചുകൊണ്ടാണ് നാം പോകുന്നത്. ഒന്നുകൂടി കൃത്യപ്പെടുത്തി പറഞ്ഞാൽ, യേശുവിൻ്റെ കരം നമ്മെ പിടിച്ചിരിക്കുന്നുള്ളത് ഉറപ്പ് നോക്കിയിട്ടിരിക്കുകയാണ്. ആ ഉറപ്പ് നോക്കുക, വാങ്ങണം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ യേശുക്രിസ്തുവിൻ്റെ കരത്തിൽ പിടിച്ചു എന്നുള്ള ഉറപ്പ് നിങ്ങൾ പ്രാപിക്കണം. യേശുക്രിസ്തുവിനെ പിടിച്ചു, ഞാൻ അവൻ്റെ വകയാണ് എന്നുള്ള ഉറപ്പ് പ്രാപിക്കണം. ദൈവത്തിന് സ്തോത്രം.